സാറേ, 1000 പൂർണ്ണചന്ദ്രന്മാരുടെ നിറവിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട യേശുദാസ് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നേടാത്തതായിട്ട് യാതൊരു വിജയങ്ങളുമില്ല. നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ എല്ലാം അദ്ദേഹം നേടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വലിയൊരു സങ്കടമുണ്ട്. എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്താണ് അതിനെപ്പറ്റി? അങ്ങനെ യേശുദാസ് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കയറണമായിരുന്നു, എനിക്ക് കയറാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല. അത് പറഞ്ഞിട്ടില്ല. ഷോമി പറഞ്ഞിട്ടില്ല. മാത്രമല്ല, കൈരളി ടി വിയുടെ അഭിമുഖത്തിൽ ജോൺ ബ്രിട്ടാസ് യേശുദാസിനെ പ്രകോപിപ്പിക്കാനായിട്ട് ഇത് ചോദിക്കുന്നുണ്ട്. ഇത്ര ആത്മാർത്ഥമായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ള പാട്ട് ദാസേട്ടൻ പാടിയിട്ടും ദാസേട്ടനെ അവിടെ കയറ്റുന്നില്ലല്ലോ. യേശുദാസ് പറയുന്നു, ആ പാട്ട് മാത്രമല്ല, എല്ലാ പാട്ടും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പാടിയിട്ടുള്ളത്. ഒരു പാട്ട് മാത്രം ആത്മാർത്ഥവും മറ്റതൊക്കെ ഉഴപ്പിയും അങ്ങനെയില്ല എനിക്ക്. സകല പാട്ടുകളും, അത് ഭക്തി, വിരഹം, പ്രണയം, സന്തോഷം, ദുഃഖം, തമാശ, എല്ലാ പാട്ടുകളും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പാടിയിട്ടുള്ളത്. ഞാനിങ്ങനെ പെട്ടെന്ന് വന്ന് പാടുന്ന ആളല്ല, അതിനുള്ള കഴിവും എനിക്കില്ല. 10-22 തവണ റിഹേഴ്സൽ എടുത്ത് കഷ്ടപ്പെട്ട് ഓരോ സ്വരവും അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പാടാറുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായ പാടിയ പാട്ട് അതെന്ന് പറയുന്നതിൽ കഥയില്ല. വേറൊന്ന്, എനിക്ക് ഗുരുവായൂർ പോകണം തോന്നിയിട്ടില്ല. തോന്നിയാൽ ഞാൻ പോകും. ഇപ്പോൾ അല്ല, പ്രവേശനം ഇല്ലല്ലോ, എനിക്കറിയില്ല, ഇപ്പോൾ പ്രവേശനം ഇല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം പോകുന്നത്. അദ്ദേഹത്തിന് ഗുരുവായൂർ ഒരു പ്രത്യേക സ്ഥലമാണ്, അവിടെ കയറണം എന്നുള്ള ആഗ്രഹമൊന്നും ഉള്ളതായിട്ട് ആ ഇൻ്റർവ്യൂവിൽ പോലും അദ്ദേഹം പറയുന്നില്ല. ഇനി അത് ഉണ്ടെന്ന് തന്നെ വെച്ചോ, അദ്ദേഹത്തിന് ഗുരുവായൂർ കയറാൻ യാതൊരു തടസ്സവുമില്ല. ഗൗതം നോക്കൂ, യേശുദാസ് ഗുരുവായൂർ കയറാൻ പോയി, അവർ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ആരെങ്കിലും തടഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം അമ്പലത്തിൻ്റെ പുറത്ത്, നടയുടെ പുറത്ത് വന്നിട്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. ഉള്ളിൽ ഇതുവരെ കയറിയിട്ടില്ല. അല്ല, എന്താ കയറാത്തത്? കയറാൻ പോയപ്പോൾ ആരെങ്കിലും തടഞ്ഞോ? ഗുരുവായൂർ അമ്പലം നടയിൽ നിന്നുകൊണ്ട് യേശുദാസ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ് ഈസ് ഓൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ്. നട വരെ പോയി അവിടെ നിന്ന് തൊഴുതു, ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഗുരുവായൂർ അമ്പല നടയിൽ യേശുദാസ് പോയതായിട്ട് ഒരു ഫോട്ടോ പോലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇത്രയധികം പ്രചാരത്തിലുള്ള ഒരു കള്ളം വേറെയില്ല. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഗുരുവായൂർ ഭരണസമിതിയിലെ ആൾക്കാരെ വിളിച്ചു ചോദിച്ചു, ഒരാളെ വിളിച്ചു ചോദിച്ചു. അയാൾ പറഞ്ഞു, യേശുദാസ് വന്നാൽ പൂർണ്ണകുംഭം നൽകി ഞങ്ങൾ സ്വീകരിക്കും. യേശുദാസിന് വിലക്കില്ല. ഇതിന് കാരണമുണ്ട്. 1972 നമ്മളുടെ ആലപ്പുഴ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ യേശുദാസിൻ്റെ പാട്ട് കച്ചേരി ബുക്ക് ചെയ്തു. മുല്ലയ്ക്കൽ ചെറപ്പെന്നാണ് ആ ഉത്സവത്തിന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു പാർട്ടിയുടെ ചെറപ്പ്, അടുത്ത ദിവസം മറ്റേ പാർട്ടിയുടെ ചെറപ്പ്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആലപ്പുഴയിൽ ഈ ഭീമ ജുവലേഴ്സും ഉണ്ട്, ചെമ്പക ജുവലേഴ്സും ഉണ്ട്. ഇന്ന് ചെമ്പക ജുവലേഴ്സ് ഇല്ല, അത് പൊളിഞ്ഞ് നാശമായിപ്പോയി. അന്ന് ചെമ്പക ജുവലേഴ്സ്, ചെമ്പക മണിയയ്യർ വലിയ സ്വർണ്ണ കച്ചവടക്കാരനാണ്, ഭീമയും സ്വർണ്ണ കച്ചവടം, ഇവർ തമ്മിൽ മത്സരമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഭീമയുടെ ചെറപ്പ്, ഒരു ദിവസം ചെമ്പകയുടെ ചെറപ്പ്. ചെമ്പക മണിയയ്യരാണ് യേശുദാസിനെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരാൾ കേരള ഹൈക്കോടതിയിൽ പോയി, യേശുദാസ് അഹിന്ദുവാണ്, അഹിന്ദുവിന് ക്ഷേത്രപ്രവേശനം ഇല്ല. സാങ്കേതികമായിട്ടത് ശരിയുമാണ്. കാരണം ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ആ ബോർഡ് ഇപ്പോഴും ഉണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും. അതുകൊണ്ടാണ് അഹിന്ദുക്കൾ കയറാത്തത്. അപ്പോൾ കോടതി ഇത് നോക്കിയിട്ട് പറഞ്ഞു, പ്രഥമ ദൃഷ്ട്യാ യേശുദാസ് ഒരു പത്രപരസ്യം കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴയിലെ ഒരു ലോക്കൽ പത്രമാണ്, പക്ഷേ അതിൽ പരസ്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ഹിന്ദുവും കൂടെയാണ്, ക്രിസ്ത്യാനി അല്ല എന്നല്ല, ഞാൻ ഹിന്ദുവും കൂടെയാണ്. അപ്പോൾ കോടതി പറഞ്ഞു, പ്രഥമ ദൃഷ്ട്യാ മെറിറ്റ് യേശുദാസിൻ്റെ ഭാഗത്താണ്, അതുകൊണ്ട് കച്ചേരി നടക്കട്ടെ, ഞങ്ങളിപ്പോൾ സ്റ്റേ ഓർഡർ തരുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് കേസ് മാറ്റിവെച്ചു. അങ്ങനെയാണ് യേശുദാസിൻ്റെ കച്ചേരി മുല്ലയ്ക്കൽ രാജേശ്വരി ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് നടക്കുന്നത്. അന്ന് വയലാർ രാമവർമ്മയുടെയും ചെമ്പക മണിയയ്യരുടെയും തോളത്ത് കൈയിട്ടുകൊണ്ടാണ് യേശുദാസ് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്.
എന്നിട്ട് കച്ചേരിക്ക് ആമുഖമായിട്ട് വയലാർ രാമവർമ്മയുടെ ഒരു പ്രസംഗം. മലയാള ഭാഷയ്ക്ക് ഇത്രയും ശക്തിയും സൗന്ദര്യവും ഉണ്ടെന്ന് മനസ്സിലായത് ആ പ്രസംഗത്തിൽ നിന്നാണ്. മണ്ണിട്ടാ നിലത്ത് വീഴാത്ത ആൾക്കൂട്ടവും. യേശുദാസിൻ്റെ കച്ചേരി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൾട്ടിമേറ്റ് പ്രോഗ്രാം. അതാണ് ഈ ഒരാളിന് ഭീമയല്ല ഹൈക്കോടതി പോയത് കേട്ടോ, വെറുമൊരു സാധാരണ മനുഷ്യനാണ്. ഒരു പക്ഷേ ഭീമ അതിൻ്റെ പുറകിലുണ്ടായിരുന്നിരിക്കാം. കാരണം യേശുദാസിൻ്റെ കച്ചേരി വെച്ച് കഴിഞ്ഞാൽ മറ്റേയാൾ തോറ്റു, മറ്റേയാളുടെ ചെറുപ്പിന് പിന്നെ ഭംഗിയില്ല. അൾട്ടിമേറ്റ് ഭംഗി എന്ന് പറയുന്നത് യേശുദാസിൻ്റെ കച്ചേരിയാണ്. ആ കാർഡാണ് ചെമ്പകാട്ടിനെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഭംഗിയായിട്ട് നടന്നു. 3 വർഷം കഴിഞ്ഞ് 1975 അതിൻ്റെ വിധി വരുന്നത്. ഹൈക്കോടതി വിധികളൊക്കെ അറിയാമല്ലോ, പലപ്പോഴും താമസിച്ചേ വരുള്ളൂ. ജസ്റ്റിസ് കൃഷ്ണമൂർത്തി എന്നാണ് എൻ്റെ ഓർമ്മ, സിംഗിൾ ബെഞ്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിധിയിൽ അദ്ദേഹം ഈ പ്രിൻസിപ്പിൾ പറഞ്ഞു, ഒരാൾ ഹിന്ദു ആകാനായിട്ട് അയാൾ ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു ചടങ്ങോ സംഗതിയോ ഇല്ല. ഞാൻ ഹിന്ദുവാണെന്ന് അയാൾ പ്രഖ്യാപിച്ചാൽ കഴിഞ്ഞു. യേശുദാസ് അത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്, ഹിന്ദുവും കൂടെയാണ്. പിന്നെ യേശുദാസ് ക്ഷേത്രത്തിൽ കയറുന്നതിൽ തടസ്സമുണ്ടാവേണ്ടത് യേശുദാസിൻ്റെ മതക്കാർക്കാണ്, ക്രിസ്ത്യാനികൾക്കാണ്, ക്രിസ്ത്യൻ സഭയ്ക്കാണ്, കത്തോലിക്ക സഭയ്ക്കാണ്. അപ്പോൾ അവരിതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല, യേശുദാസിന് കയറാം. ഈ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടാണ് യേശുദാസ് എല്ലാ ക്ഷേത്രത്തിലും കയറുന്നത്. യേശുദാസ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കയറാൻ വന്നപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇറങ്ങിയിരുന്നു. അവരെ അന്ന് എതിർത്തത് RSSകാരാണ്. RSSകാർ പറഞ്ഞു നടക്കില്ല, യേശുദാസ് ഇവിടെ കയറും എന്ന് പറഞ്ഞു. അമ്പലപ്പുഴയിലും അദ്ദേഹം കച്ചേരി നടത്തി. യേശുദാസിന് ഗുരുവായൂർ പോകാൻ യാതൊരു തടസ്സവുമില്ല. ഇത് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. കാരണം അന്ന് ഈ യേശുദാസിന് ക്ഷേത്രങ്ങളിൽ കയറാമെന്ന് ഹൈക്കോടതിയുടെ വിധി വന്നല്ലോ. വിധി വന്നപ്പോൾ ഗുരുവായൂർ ആരോ പറഞ്ഞു, ഗുരുവായൂർ ഒരു പ്രൈവറ്റ് ക്ഷേത്രമാണ്, ഗുരുവായൂർ എന്ന സർക്കാർ ക്ഷേത്രമല്ല. മലിശ്ശേരി തിരുമേനി, ചേന്നാസ് നമ്പൂതിരിപ്പാട്, കോഴിക്കോട് സാമൂതിരി, ഈ 3 പേര് ചേർന്ന മാനേജിങ് കമ്മിറ്റിയാണ് ഗുരുവായൂർ ക്ഷേത്രം നടത്തുന്നത്. അപ്പോൾ അവരിൽ ആരെങ്കിലുമോ അതോ ആരോ പറഞ്ഞു ഇങ്ങനെ, ഗുരുവായൂർ യേശുദാസിനെ കയറ്റില്ല, ഇത് പ്രൈവറ്റ് ക്ഷേത്രമാണ്, കോടതി വിധി പബ്ലിക് ഗവൺമെൻറ് ക്ഷേത്രങ്ങൾക്ക് ബാധകമാണ്, പ്രൈവറ്റ് ക്ഷേത്രത്തിന് ബാധകമല്ല എന്ന് പറഞ്ഞു. വയലാർ രാമവർമ്മ പറഞ്ഞു, ഞാൻ ഗുരുവായൂർ നടയിൽ സത്യാഗ്രഹം കിടക്കും, നിരാഹാര സത്യാഗ്രഹം കിടക്കും ഞാൻ യേശുദാസിനെ കയറ്റാനായിട്ട് എന്ന് പറഞ്ഞെങ്കിലും വയലാറിൻ്റെ ആരോഗ്യം തീരെ തകരാറിലായിരുന്നു. താമസിയാതെ വയലാർ മരിച്ചു പോവുകയും ചെയ്തു. ആ ഇഷ്യൂ അങ്ങനെ അത് ചിലരുടെയൊക്കെ ഓർമ്മയിൽ കിടപ്പുണ്ട്. അതായിരിക്കണം ഈ യേശുദാസിനെ കയറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 1977 കരുണാകരൻ ഗുരുവായൂർ ക്ഷേത്രം ഏറ്റെടുത്തു, സർക്കാർ ക്ഷേത്രമാക്കി. ഹൈക്കോടതി ആ ഏറ്റെടുക്കൽ റദ്ദാക്കി. 78 പഴുതടച്ച് വീണ്ടും ആക്ട് പാസ്സാക്കിക്കൊണ്ട് ഗുരുവായൂർ ദേവസ്വം സർക്കാർ ഏറ്റെടുത്തു. ഇപ്പോൾ അത് സർക്കാർ ക്ഷേത്രമാണ്. യേശുദാസിന് അവിടെ കയറാൻ യാതൊരു തടസ്സവുമില്ല. വെറുതെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടും പാടിക്കൊണ്ടും നടക്കരുത്. യേശുദാസ് നമ്മളുടെ കൊറോണയ്ക്ക് മുമ്പാണത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു കത്തയച്ചു, ഞാൻ വന്നാൽ കയറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അവർ പറഞ്ഞു സന്തോഷം, എപ്പോഴാണെന്ന് വെച്ചാൽ വന്നോളൂ. യേശുദാസ് പോയില്ല. പോകാത്തത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, ഒരു പക്ഷേ സൗകര്യം കിട്ടാഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. പിന്നെ കൊറോണയ്ക്ക് ശേഷം യേശുദാസ് അമേരിക്കയിൽ തന്നെയാണ്, കേരളത്തിലേക്ക് എൻ്റെ അറിവിൽ വന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1000 പൂർണ്ണജനെ കണ്ട് ഒരു അക്കംപ്ലിഷ്ഡ് ലൈഫ്. ഗൗതം നോക്കൂ, കേരളത്തിന് ഒരു അംബാസഡർ ഉണ്ടെങ്കിൽ അത് യേശുദാസാണ്. മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ പോലുമല്ല, യേശുദാസാണ് അൺഡിസ്പ്യൂട്ടഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ യേശുദാസിനെ പറ്റി? ഇല്ല. ഒരു മനുഷ്യൻ എതിര് പറയില്ല. യേശുദാസ് ഇതാണ് അംബാസഡർ എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ അംബാസഡർ. കേരളം ലോകത്തിന് കൊടുത്ത സംഭാവന, ഒരുപക്ഷെ നാദപ്രപഞ്ചത്തിന് കൊടുത്ത സംഭാവന യേശുദാസാണ്. ആ യേശുദാസിനെ ഇങ്ങനെ കൊച്ചാക്കരുത്. അമ്പലത്തിൽ കയറ്റിയില്ല, കയറാൻ അദ്ദേഹം മോഹിച്ചു, അതൊക്കെ വെറുതെയാണ്. അദ്ദേഹം മോഹിച്ചതായിട്ട് അദ്ദേഹം പറയുന്നില്ല. മോഹിച്ചെങ്കിൽ അദ്ദേഹത്തിന് കയറാൻ ഇപ്പോഴും ഇന്നും ഒരു തടസ്സവുമില്ല. അതിന് ഹൈക്കോടതി കൂട്ടുനിൽക്കും. കഴിഞ്ഞ വർഷം ഒരാൾ ഹൈക്കോടതിയിൽ പോയി യേശുദാസിനെ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? യേശുദാസിനെ പ്രവേശിപ്പിക്കുന്നില്ല എങ്കിൽ യേശുദാസ് ഞങ്ങളുടെ അടുത്ത് വരും,
നിങ്ങൾ വരേണ്ട, നിങ്ങൾക്ക് എന്താ കാര്യം ഇതിനകത്ത് വേറൊരാളെ പ്രവേശിപ്പിക്കണമെന്ന് പറയാൻ? യു ഡോണ്ട് ഹാവ് എനി ലോക്കൽ സ്റ്റാൻഡേ എന്ന് പറഞ്ഞിട്ട് ആ ഹർജി തള്ളി. കാരണം കോടതിക്കും ഇതറിയാം. ഞാൻ ഈ കേസ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല ബഹളം നടക്കുമ്പോൾ ആനുഷംഗികമായിട്ട് യേശുദാസിൻ്റെ ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് എനിക്ക് കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നു. അത് ചർച്ചാ വിഷയമൊന്നും ആയില്ല. പക്ഷേ എൻ്റെ വാദത്തിന് ഉപോത്ബലകമായിട്ട് ഈ യേശുദാസിൻ്റെ ജഡ്ജ്മെൻറ്റ് അന്ന് 75-ൽ ഇറങ്ങിയ റാം മോഹൻദാസ് വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്നാണ് ആ കേസിൻ്റെ പേര്. യു ക്യാൻ സെർച്ച് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇത്ര സിമ്പിളായ ഒരു കാര്യം, ഇത്ര വലിയൊരു തെറ്റിദ്ധാരണ ഇങ്ങനെ എന്തോ ഗുരുവായൂർ ക്ഷേത്രം യേശുദാസിനോട് മഹാപാപം ചെയ്യുന്നു എന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കുന്നത് അസംബന്ധമാണ്, കാര്യമറിയാതെയാണ്. സാറിന് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ ഏതൊക്കെയാണ്? ദൈവമേ, അങ്ങനെ അതായത് ഏതെങ്കിലും പ്രിയപ്പെട്ട ഒരു ഗാനം അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ഞാൻ പ്രിയപ്പെട്ട ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. എന്നാലും പെട്ടെന്ന് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഗാനം തീക്കടൽ എന്ന സിനിമയിലെയാണത്. ആശ്ചര്യ ചൂടാമണി എന്ന് പറഞ്ഞിട്ട് അത് അപൂർവമായ ഒരു രാഗത്തിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സംഗീത സംവിധാനവും യേശുദാസ് തന്നെയാണ്. ആശ്ചര്യ ചൂടാമണി, അനുരാഗപ്പാൽക്കടൽ കടഞ്ഞെടുത്തൊരാശ്ചര്യ ചൂടാമണി. ഗൗതമിനൊന്നും ആ പാട്ട് ഓർമ്മ പോലും ഉണ്ടാവില്ല. നാഗനന്ദിനി എന്ന രാഗത്തിലാണ് യേശുദാസ് അത് ചെയ്തിരിക്കുന്നത്. പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. യേശുദാസ് തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടാസിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു ആശ്ചര്യ ചൂടാമണി. പക്ഷേ ഒരു 1000 പാട്ടുകാരെങ്കിലും അത് പാടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്ന് പറഞ്ഞു. യേശുദാസിൻ്റെ പാട്ട് 1000 പേരെ വീണ്ടും പാടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സങ്കടകരമായ കാര്യമല്ലേ? യേശുദാസിൻ്റെ പേര് ലക്ഷങ്ങൾ കോടികളാണ് യേശുദാസിൻ്റെ പാട്ട് പേരും ഉച്ചരിക്കുന്നത്. പക്ഷേ ഈ പാട്ടിന് റീച്ച് കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ അത്ര കോംപ്ലിക്കേറ്റഡാണ്. ഒരുപക്ഷെ യേശുദാസ് അറിയാതെ തന്നെ ഇനി ആരും ഈ പെർഫെക്ഷനിൽ ഈ പാട്ട് പാടരുത് എന്നുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ് ആശ്ചര്യ ചൂടാമണി. ആ പാട്ടിൽ പൊട്ടനായ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഈ ആശ്ചര്യ ചൂടാമണിയാണ്. പിന്നെ എത്രയോ പാട്ടുകൾ, നീലക്കടമ്പൻ പൂവ് എന്നുള്ള പാട്ട്, മഞ്ജു ഭാഷിണി എന്നുള്ള പാട്ട്, അയ്യോ 100 കണക്കിന് പാട്ടുകൾ ഇങ്ങനെ തല്ലി വരും മനസ്സിൽ. അദ്ദേഹത്തിൽ ഇതിൽ കണ്ട എന്തെങ്കിലും പ്രത്യേകത, അതായത് മറ്റ് പാട്ടുകാരിൽ നിന്ന് അദ്ദേഹത്തിനെ വ്യത്യസ്തമാക്കുന്ന, അങ്ങനെ സാർ ഇതിനെയൊക്കെ ശ്രദ്ധിക്കുന്നതാണല്ലോ? അതെ, ഇല്ല, ഇത് ഒരു കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ എനിക്കും വലിയ സന്തോഷം തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ ബ്രിട്ടാസിന് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് പറയുന്നത്, എല്ലാ പാട്ടും ഞാൻ ആത്മാർത്ഥമായിട്ട് പാടാറുള്ളൂ, എല്ലാ പാട്ടും. അപ്പോൾ അത് ഒരു ഗായകൻ്റെ കമ്മിറ്റ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. യേശുദാസിന് ഔദ്ധത്യമുണ്ട്, മറ്റ് പാട്ടുകാരെ വളരാൻ സാധിച്ചില്ല എന്നൊക്കെ ചില സാഹചര്യങ്ങൾ വെച്ചൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ കുറച്ചൊക്കെ സത്യവുമായിരിക്കും. കാരണം വലിയൊരു ആൽമരത്തിൻ്റെ നേരെ ചുവട്ടിൽ വേറെ ചെടികൾ വളർന്നു വരാൻ പ്രയാസമാണ്. അത് ആലിൻ്റെ കുറ്റം കൊണ്ടൊന്നുമല്ല, ആലിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. ഇപ്പോൾ യേശുദാസ് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കഴിഞ്ഞപ്പോൾ താഴെ വളർന്നു വരണമെങ്കിൽ അസാമാന്യമായ സാമർഥ്യം വേണം. പക്ഷെ അങ്ങനെ വളർന്നു വന്നവരാണ് ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ, അങ്ങനെയൊക്കെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു കുറ്റം യേശുദാസിനെ പറ്റി ഒരു ഗായകൻ യേശുദാസ് തന്നെ ശ്വാസം മുട്ടിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത് അപൂർവമാണ്. എന്നാൽ ഒരു സംഭവം ഉണ്ടായി, അത് യേശുദാസിൻ്റെ കുറ്റമല്ല. ഈ നമ്മളുടെ ശ്രീകാന്ത് എന്ന ഗായകനുണ്ട് തിരുവനന്തപുരത്ത്, ഇപ്പോഴും 72 വയസ്സായി. അദ്ദേഹമാണ് അന്ന് 1975-ൽ ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ എന്നൊരു പാട്ട് പാടി. ആ ഒറ്റ പാട്ട് കൊണ്ട് ശ്രീകാന്ത് വളരെ പ്രശസ്തനായി. അതിനുശേഷം ഈ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം വളരെ പ്രശസ്തമായ ഗാനമാണല്ലോ. അത് യേശുദാസും പാടിയിട്ടുണ്ട്, പിന്നെ മാധുരിയും പാടിയിട്ടുണ്ട്. പക്ഷേ മാധുര്യം യേശുദാസിൻ്റെ പാട്ടിന് തന്നെ. ആ പാട്ടാണ് നമ്മളുടെ P.T. തോമസ് അദ്ദേഹത്തിൻ്റെ ഒസ്യത്ത് പോലെ പറഞ്ഞിരുന്നു, ഞാൻ മരിക്കുമ്പോൾ ഈ പാട്ട് കേൾപ്പിക്കണം എന്ന്. അത് കേൾപ്പിക്കുകയും ചെയ്തു. അത്ര മനോഹരമായ പാട്ട്, വയലാറിൻ്റെ വരികൾ ഒക്കെ ആയിട്ട്. ഈ പാട്ട് പാടാൻ തീരുമാനിച്ചിരുന്നത് ശ്രീകാന്താണ്. ശ്രീകാന്ത് 10 ദിവസം ഈ പാട്ട് പാടി ദേവരാജൻ മാഷിനെ കേൾപ്പിച്ച് പെർഫെക്റ്റ് ഒക്കെ ആക്കി. പക്ഷേ പിറ്റേ ദിവസം ഈ പാടാൻ നേരത്ത് ദേവരാജൻ പറഞ്ഞു, നീയല്ല ഇത് പാടുന്നത്, യേശുദാസാണ്. ശ്രീകാന്ത് തകർന്നുപോയി.
ശ്രീകാന്ത് പിന്നെ 3-4 ദിവസം കൂടെ മദ്രാസിൽ നിന്നുള്ളൂ. ശ്രീകാന്ത് തിരിച്ചു വന്നു. അത്ര മനോഹരമായ പാട്ടാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇതിൻ്റെ പുറകിൽ നടന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയലാർ രാമവർമ്മ ദേവരാജനെ ചെന്ന് കാണുന്നു. ദേവരാജ താൻ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കാത്തവനാണ്, എനിക്കറിയാം. ആര് പറയും, ദേവരാജൻ ആര് പ്രൊഡ്യൂസർ ഒന്നും അടുപ്പിക്കുകയില്ല ദേവരാജൻ്റെ റെക്കോർഡിങ്ങിൽ, സംഗീതത്തിലൊന്നും ഒരഭിപ്രായം ആരും പറയില്ല. ഞാൻ ചെയ്യും, ഞാൻ പാട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, ദാറ്റ്സ് ഓൾ. അത് ഇടയ്ക്ക് വന്ന ആരും അഭിപ്രായമൊന്നും പറയണ്ട. ഇതായിരുന്നു ദേവരാജൻ്റെ ഒരു ചിട്ട. അതൊരു അഹങ്കാരമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ചിട്ട നിഷ്ഠ അതാണ്. എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ് സമ്മതിക്കില്ല. അപ്പോൾ ഒരു പാട്ട് ശ്രീകാന്ത് പാടണം അല്ലെങ്കിൽ ബ്രഹ്മാനന്ദൻ പാടണം എന്ന് ദേവരാജൻ മാഷ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം പിന്നെ മാറ്റാൻ സാധ്യമല്ല. പക്ഷെ വയലാർ പോയി കണ്ടിട്ട് പറഞ്ഞു, ഇവർ തമ്മിൽ വളരെ അടുപ്പമാണ്. ദേവരാജ തൻ്റെ സ്വഭാവം എനിക്കറിയാം, തൻ്റെ നിഷ്ഠയും ചിട്ടയും എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു അന്ത്യാഭിലാഷമാണിത്, എനിക്ക് സുഖമില്ല, ഞാൻ താമസിയാതെ മരിച്ചു പോകും. ഞാൻ എഴുതിയ ഈ വരികൾ യേശുദാസ് പാടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി തൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞു എണീറ്റ് പോയി. ദേവരാജൻ ധർമ്മസങ്കടത്തിലായി. തൻ്റെ ആത്മസുഹൃത്ത് ആദ്യമായിട്ടാണ് ഒരാവശ്യം പറയുന്നത്. ആ പറയുന്നത് തൻ്റെ ചിട്ടയ്ക്കും നിഷ്ഠയ്ക്കും വിരുദ്ധമായൊരു കാര്യമാണ്. പക്ഷേ ആദ്യമായും അവസാനമായും ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയുമ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ട് വലിയ മനപ്രയാസത്തോടെ ദേവരാജ മാഷ് യേശുദാസിനെ കൊണ്ട് ആ പാട്ട് പാടിച്ചു. ശ്രീകാന്തിൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു നഷ്ടവുമായി. എന്നാൽ യേശുദാസ് ഒരു ഉത്തരവാദിയാണോ? അല്ല. വയലാർ ഉത്തരവാദിയാണ് എന്ന് ഞാൻ പറയില്ല. കാരണം അന്ന് ടോപ്പ് ക്ലാസ് പാട്ടുകാരൻ യേശുദാസ് തന്നെയാണ്. അപ്പോൾ തനിക്കിനി അധികം ദിവസമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വയലാർ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ദേവരാജനോട് പറയുക, ദേവരാജൻ സമ്മതിക്കുക. ഇതിലൊന്നും ഇതാരുടെയും കുറ്റമൊന്നുമല്ല. ഇതൊക്കെയാണ് പല പാട്ടുകാരും, ഏകദേശം എല്ലാ പാട്ടുകാരും പറയാറുണ്ട്. ഓരോ പാട്ടിലും എഴുതി വെച്ചിട്ടുണ്ട് അതാര് പാടണം. അതൊരു പ്രകൃതിയുടെ നിയമമാണ്. അതിലെഴുതി മറ്റേയാൾക്ക് ഒന്നുമില്ലെങ്കിൽ ശ്വാസം മുട്ടലോ ചുമയോ ഒക്കെ വന്നിട്ട് പാടാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ കയറി പാടും. ഇങ്ങനെയാണ് ഈ യേശുദാസിൻ്റെ ആദ്യകാല ഗാനങ്ങളിൽ ഒന്നാണല്ലോ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെയാണ് അല്ലിയ അമ്പൽക്കടവിൽ എന്ന അരയ്ക്ക് വെള്ളം. ഈ പാട്ട് പാടാൻ വെച്ചിരുന്നത് നമ്മളുടെ ഉദയഭാനുവാണ്. ഉദയഭാനുവിന് തീരെ സുഖമില്ല, പനിയാണ്, മൂക്കടപ്പ്, തൊണ്ടാപ്പ്, ആകെ പ്രശ്നം. എന്ത് ചെയ്താലും പാടാൻ പറ്റില്ല. നാളെയെങ്കിലും മാറുമെന്നൊക്കെ വിചാരിച്ചു. അന്നാണ് റെക്കോർഡിങ്, പക്ഷെ മാറിയില്ല. അപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് യേശുദാസിനെ കൊണ്ട് പാടിക്കാം. അപ്പോൾ യേശുദാസ് അവിടെ സ്റ്റുഡിയോയിലുണ്ട്. യേശുദാസിന് വേറൊരു പാട്ട് പാടാനുണ്ടായിരുന്നു. ആ പാട്ട് പാടി. യേശുദാസ് ഒന്നും വലിയ ഫിഗറൊന്നുമല്ല, പക്ഷേ പാട്ടുകാരനായിട്ട് ഈ സർക്കിളിലൊക്കെ അറിയാം. യേശുദാസ് ക്രിക്കറ്റ് കളിക്കുകയോ മറ്റോ ചെയ്യുന്നു പിള്ളേരുമായിട്ട്, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് യേശുദാസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ അല്ലിയാമ്പൽ കടവിൽ യേശുദാസിനെ കൊണ്ട് പാടിച്ചു. അന്ന് പിൽക്കാലത്ത് ഉദയഭാനു പറഞ്ഞു, എൻ്റെ അസ്തമയം യേശുദാസിൻ്റെ പാട്ടിൽ ഞാൻ കണ്ടു. അവൻ്റെ കാലം തെളിഞ്ഞിരിക്കുന്നു. കാരണം അത്ര മനോഹരമായിട്ട് അവൻ പാടുന്നതാണ്. അസൂയ വെച്ചിട്ടല്ല. ഉദയഭാനുവിന് മനസ്സിലായി മൈ ടേം ഈസ് ഓവർ. നമ്മൾ ഈ ഫോമിൽ നിൽക്കുമ്പോൾ ഔട്ട് ഓഫ് ഫോം ആകുമല്ലോ മെല്ലെ. അതുപോലെ ഞാൻ ഔട്ട് ഓഫ് ഫോം ആയെന്നും എനിക്ക് പകരം വേറൊരു സെൻറ്റർ ഫോർവേഡ് കളിക്കാനായിട്ട് മനോഹരമായിട്ട് പാടുന്ന ഒരാൾ വന്നു എന്നും ഉദയഭാനു സന്തോഷത്തോടെ മനസ്സിലാക്കിയെന്ന് പിന്നീട് ഉദയഭാനു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ യേശുദാസിൻ്റെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളാണ്. എന്നാൽ യേശുദാസിനെ ഒരാൾ പരസ്യമായിട്ട് അപമാനിക്കുകയും ചെയ്തു. എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞു, ഇപ്പോഴല്ല, 10-18 വർഷം മുമ്പാണ്, യേശുദാസിന് വയസ്സായി, ശബ്ദം ചലമ്പിച്ചു തുടങ്ങി, യേശുദാസിന് പാട്ട് നിർത്തണം. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി, ഇതെന്തൊരു മോശമാണ്. അപ്പോൾ യേശുദാസിനോട് പോയി ചോദിച്ചു, സക്കറിയ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യേശുദാസ് ചോദിച്ചു, ആരെ ഈ സക്കറിയ? ഈ സക്കറിയ വലിയ സംഗീതജ്ഞനാണോ? യഥാർത്ഥത്തിൽ സക്കറിയ എന്നുള്ള എഴുത്തുകാരനെ യേശുദാസിനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ അതോ ജസ്റ്റ് നിസ്സാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഏതായാലും യേശുദാസ് ചോദിച്ചതായിട്ട് വന്നത് ആരെ ഈ സക്കറിയ എന്നാണ്. ഏതായാലും കാലം മുന്നോട്ട് പോയി. ഇത് നമ്മളുടെ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിന് ഒട്ടും പിടിച്ചില്ല. യേശുദാസിൻ്റെ ശബ്ദം മോശമാണ്, പാട്ട് നിർത്തുക. എന്നാൽ ഞാൻ കാണിച്ചു തരാം, മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് പാട്ട് യേശുദാസിനെ കൊണ്ട് ഞാൻ പാടിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ്
ഈ പ്രമദമനം വീണ്ടും എന്നുള്ള പാട്ടും ഹരിമുരളീരവം എന്നുള്ള പാട്ടും, ഈ 2 പാട്ട് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് പാടാൻ. അപ്പോൾ ഈ 2 പാട്ടുകൾ സംഗീതം ചെയ്ത് യേശുദാസിനെ കൊണ്ട് തന്നെ പാടിച്ച് ദർ ഈസ് നോ കമ്പാരിസൺ, നത്തിങ് ഹാസ് ഹാപ്പൻ ടു യേശുദാസ് വോയിസ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു രവീന്ദ്രൻ. ഇത് ചെയ്ത് ഈ പാട്ടുകളൊക്കെ പ്രശസ്തമായി കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിലാണ് രവീന്ദ്രൻ പറയുന്നത് ഇത് സക്കറിയയ്ക്കുള്ള മറുപടിയാണ്, സക്കറിയയെ പോലെയുള്ള പൊട്ടന്മാർക്കുള്ള മറുപടിയാണ് ഈ 2 പാട്ട് ഞാൻ യേശുദാസിനെ കൊണ്ട് പാടിച്ചത്. അതും ഒരു ഈ സക്കറിയ പലപ്പോഴും ഈ മാന്യന്മാരെ ചീത്ത പറഞ്ഞിട്ട് ആളാവുന്നൊരു മനുഷ്യനാണ് സക്കറിയ. MT വാസുദേവൻ നായരെ പറ്റി സക്കറിയ പറഞ്ഞു, അത് വള്ളുവനാടൻ മുട്ടത്ത് വർക്കിയാണ് MT വാസുദേവൻ നായർ. കേൾക്കാൻ സുഖമുള്ള, പക്ഷേ അത് ചാട്ടുളി പോലത്തെ കമൻ്റാണ്, അങ്ങനെയൊന്നും പറയരുത്, അത് സത്യവുമല്ല. മുട്ടത്ത് വർക്കി വേറൊരു ലെവലാണ്, MT വാസുദേവൻ നായർ വേറൊരു ലെവലാണ്. 2 പേർക്കും അവരുടേതായ വായനക്കാരുണ്ട്. ഞാൻ മുട്ടത്ത് വർക്കിയെ കുറഞ്ഞ ആളായിട്ടൊന്നും കാണുന്നില്ല. എന്നെ വായനയിലേക്ക് കൈപിടിച്ച് നയിച്ചത് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്നുള്ള ചെറിയ നോവലാണ്. അത് വായിച്ചാണ് ഞാൻ വായന തുടങ്ങുന്നത്. അപ്പോൾ മുട്ടത്ത് വർക്കി മോശമാണ്, MT വാസുദേവൻ നായർ എന്തോ ഗ്രേറ്റ്, ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ സക്കറിയയുടെ ഈ താരതമ്യം മുട്ടത്ത് വർക്കി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമായിരുന്നില്ല, MTക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട് കാണില്ല. പിന്നെ MT ഇതുപോലത്തെ വാഗ്വാദത്തിനൊന്നും പോകുന്ന ആളുമല്ല. അത് ആ പ്രശസ്തി പോരാഞ്ഞിട്ടായിരിക്കാം സക്കറിയ കയറി യേശുദാസിനെ ആക്രമിച്ച ആളാവാൻ നോക്കിയത്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ചീറ്റിപ്പോയി. അങ്ങനെ നിൽക്കുന്ന ഒരു സംഗീത ഗോപുരമാണ് യേശുദാസ്. ഈ സംഗീതാസ്വാദകർക്കിടയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചില കൂട്ടർക്കിടയിൽ യേശുദാസാണോ P ജയചന്ദ്രനാണോ മികച്ചത്. അവർക്കിടയിലൊരു യേശുദാസോളം നിൽക്കാൻ പറ്റുന്ന ഒരാൾ P ജയചന്ദ്രനാണ്. സാറിന് ഇതിനെ പറ്റിയിട്ട് എന്താണ്? പലപ്പോഴും P ജയചന്ദ്രന് അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് യേശുദാസ് വളർന്നു വന്നത് എന്നൊക്കെയുള്ള രസകരമായിട്ടൊരു വർത്തമാനമുണ്ട്. അല്ല, ഇതൊരു സാധാരണ സംഭവം മാത്രമാണ്. ഇത് ആരെപ്പറ്റി ഇങ്ങനെ പറയാൻ പറ്റും? ഹിന്ദിയിൽ മുഹമ്മദ് റാഫി കാരണം വേറെ ഗായകരൊന്നും ഉണ്ടായില്ല, കിഷോർ കുമാർ കാരണം വേറെ ഗായകരൊന്നും ഉണ്ടായില്ല. മുഹമ്മദ് റാഫിയും കിഷോർ കുമാറും തമ്മിൽ എപ്പോഴും മത്സരമായിരുന്നു. ഇതൊന്നും സത്യമല്ല. സംഗീതത്തിൻ്റെ തലത്തിൽ മത്സരവുമില്ല, താരതമ്യമില്ല. എനിക്കിപ്പോൾ ഡോക്ടർ ബാലമുരളീകൃഷ്ണ, MS സുബ്ബലക്ഷ്മി, ശമ്മാങ്കുടി ശ്രീനിവാസയ്യർ 3 കർണാടക സംഗീതത്തിലെ പ്രതിഭകളാണ്. ഈ 3 പേരെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ അവരവരുടേതായ പ്രത്യേകതകളുണ്ട്. അത് കേൾക്കുമ്പോൾ മനോഹരം എന്ന് തോന്നും, ഇത് കേൾക്കുമ്പോഴോ ഇതും മനോഹരം. ഇത് തമ്മിലൊരു താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് ഭോഷ്കാണ്. അത് ചെയ്തുകൂടാ, അത് താരതമ്യമില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പ്രകാശഗോപുരങ്ങളായിട്ട് നിൽക്കുന്നു. നാദബ്രഹ്മത്തിലേക്ക് അവരവരുടെ സംഭാവനകൾ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിത്തറയായിട്ട് ത്യാഗരാജൻ, ശ്യാമശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതർ ഇവരൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂറ്റിയാണ്. ഒരു നദിയിൽ ഒഴുകിപ്പോകുന്ന വെള്ളത്തിലെ ഒരു തുള്ളി മറ്റൊരു തുള്ളിയേക്കാൾ മനോഹരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഓരോന്നും അവരവരുടേതായ രീതിയിൽ ഗ്രേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സാണ്. അതുകൊണ്ട് മാത്രമല്ല, ജയചന്ദ്രൻ ഒരിക്കലും യേശുദാസ് കാരണം എനിക്ക് ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് ജയേന്ദ്രൻ പറഞ്ഞിട്ടില്ല. പറയാനുള്ള തൻ്റെ ഇടമുള്ള മനുഷ്യനാണ് ജയേന്ദ്രൻ. ആരെയും കൂസാത്ത പ്രകൃതിക്കാരനാണ് ജയേന്ദ്രൻ. കുറച്ച് ഔട്ട്സ്പോക്കണാണ് താൻ ജയേന്ദ്രൻ. ഒളിച്ചു വെച്ച് സംസാരിക്കുന്ന ആളൊന്നുമല്ല, പച്ചയ്ക്ക് പറയാനുള്ളത് പറയുന്ന ആളാണ്. എന്നിട്ട് ജയേന്ദ്രൻ പോലും ഇത് പറഞ്ഞിട്ടില്ല. പിന്നെ വെറുതെ ഇങ്ങനെ യേശുദാസ് കാരണം എനിക്ക് കിട്ടിയില്ല, അത് കിട്ടിയില്ല എന്നിട്ട് പറയാമെന്നേ ഉള്ളൂ. എന്തായാലും യേശുദാസ് മലയാളികളുടെ എക്കാലത്തെയും അഭിമാനമായി നിലനിൽക്കുന്നുള്ളതിന് തർക്കമില്ല. അദ്ദേഹത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. സൗഭാഗ്യങ്ങളും ദീർഘായുസ്സും. അതെ, ഇപ്പോഴും ഞാൻ പറയട്ടെ, ഈ പ്രായത്തിലും യേശുദാസ് ഇരുന്ന് ശ്രുതി പിടിച്ച് ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഞാനും ഗൗതമും ഭസ്മമായി പോകും മുമ്പിൽ, അല്ലേ? അതെ അതെ അതെ, അതാണ് ഗ്രേറ്റ്നെസ്. അദ്ദേഹത്തെ എല്ലാവർക്കും ആനന്ദിപ്പിക്കാൻ പറ്റട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.